സൈനിക സ്കൂളിലേക്ക് ഒരു ഓഫ്ലൈൻ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഹരിയാനയിലേക്കാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട മെത്തേഡ് തുടക്കത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. വളരെ പെട്ടെന്ന് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഷോർട്ടായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നോക്കാവുന്നതാണ്. സൈനിക സ്കൂൾ ഇവിടെ കാണാൻ സാധിക്കും. ഹരിയാനയിലേക്കുള്ള ഈ ഒരു സൈനിക സ്കൂളിലാണ് പുതിയൊരു അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഓഫ്ലൈൻ അപേക്ഷയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അപേക്ഷ അയക്കുകയാണ് ചെയ്യേണ്ടത്. സോ അപേക്ഷിക്കേണ്ട ഫോം ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ അവസാനമായിട്ട് കാണിച്ചു തരാം. വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിന് വന്നിട്ടുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കാം. TGC ജനറൽ സയൻസ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. OBCക്ക് ഒരു ഒഴിവാണുള്ളത്. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. 50% മാർക്കോട് കൂടി B.Ed ഡിഗ്രി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കൺസേൺഡ് സബ്ജക്റ്റ്, അതായത് ഇവിടെ സയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സയൻസ് സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 44,900 മുതൽ 1,42,400 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണിത്. 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ അപേക്ഷിക്കാം. 17 ഏപ്രിലാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. അതും കൂടി പ്രത്യേകം പറയാം. 17-ാം തീയതി ഏപ്രിൽ ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ സിലബസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കാൻ സബ്ജക്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസേബിൾ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അടുത്ത TGT സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ അവിടെ STക്ക് ഒരു വേക്കൻസി ആണുള്ളത്. ബാച്ചിലർ അല്ലെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രി 50% മാർക്കോട് കൂടി നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. B.Ed അത് ആ ഒരു കൺസേൺഡ് ഇതിൽ തന്നെ വേണമെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. 70,942 ഇതിൻ്റെ സാലറി ആയിട്ട് പറഞ്ഞത്. 70,942 രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് കോൺട്രാക്റ്റ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞത് പെർമനൻ്റ് ആണെങ്കിൽ ഇത് കോൺട്രാക്റ്റ് ബേസിലാണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അടുത്ത മ്യൂസിക് ടീച്ചറാണ്. കോൺട്രാക്റ്റ് ജനറലിന് ഒരു ഒഴിവാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മ്യൂസിക്കിലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിസേബിൾ ആയിട്ടുള്ളത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 70,942 ഒരു മാസം ശമ്പളമായിട്ട് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതർ അലവൻസ് ഒന്നും ഉണ്ടാവില്ല, വലിയൊരു എമൗണ്ട് ശമ്പളമായിട്ട് തന്നെ ഉണ്ടാവും. 21 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അടുത്ത LDC ആണ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്. 2 ഒഴിവാണുള്ള ജനറൽ കാറ്റഗറിക്കാണുള്ളത്. ജനറൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. ജനറലായിട്ട് മാത്രമേ പരിഗണിക്കത്തുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ജനറലിൻ്റെ ഇതിൽ നമ്മൾ മത്സരിച്ച് കയറേണ്ടി വരും. അപ്പോൾ ഇവിടെ 10ാം ക്ലാസ് മാത്രം മതി. ഇതിന് 10ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത. 10th പാസ്സായാൽ മതി, ജസ്റ്റ് 10th. പിന്നെ ടൈപ്പിംഗ് ഉണ്ടായിരിക്കണം. ടൈപ്പിംഗ് സ്പീഡ് എന്ത് വേണം, 40 വേർഡ് പെർ മിനിറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ടൈപ്പിംഗ് സ്പീഡ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള അറിവും കൂടി ചോദിക്കുന്നുണ്ട്. ഇതുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഈ 3 യോഗ്യതയുള്ളൂ. 10 ടൈപ്പിംഗ് സ്പീഡ്, കമ്പ്യൂട്ടർ അറിവ്, ഇത് മതി. പിന്നെ ഇത് ഡിസേബിൾ ആണ്. ഇതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 19,900 മുതൽ ഇത് റെഗുലർ ആണ് കേട്ടോ, സ്ഥിര ജോലിയാണ് കേട്ടോ. ഇത് സ്ഥിര ജോലിയാണ്. 19,900 മുതൽ 63,400 വരെ ശമ്പളം ലഭിക്കും. പിന്നെ ഒരുപാട് അലവൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ 18 to 50 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. 15 years ഓഫ് ഏജ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് കേട്ടോ. 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അത് ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ട് നിങ്ങൾ അയക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ഏപ്രിൽ 2026 ആണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ 500 രൂപയൊക്കെ നമ്മൾ അടച്ചിട്ട് അപേക്ഷിക്കുക എന്നൊക്കെ വിചാരിച്ച് നമുക്ക് എന്തായാലും 500 രൂപ അടച്ചുകൊണ്ട് കിട്ടും, ആ ഒരു ഇതിലിരിക്കരുത്. ഓൺലി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി കോൾഡ് ഫോർ ദി സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള അവരുടെ ക്രൈറ്റീരിയ ബീറ്റ് ചെയ്യുന്ന അവരെന്ത് ചെയ്യും, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് റിട്ടേൺ തിരിച്ചിട്ട് അഡ്മിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ എന്താണോ, റിട്ടേൺ ടെസ്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആൾക്കാരെ വിളിക്കുകയാണ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതാണ് അപേക്ഷാ ഫോം കേട്ടോ. ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് എഴുതണം. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തെളിയിക്കുന്ന രേഖേൻ്റെ കോപ്പിയൊക്കെ എടുത്ത് ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ 17 ഏപ്രിൽ 2026 നിങ്ങൾ അയക്കുകയാണ് ചെയ്യേണ്ടത്, അപേക്ഷ അയക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് മതി. അതുപോലെ തന്നെ ടൈപ്പിങ്ങും കമ്പ്യൂട്ടർ അറിയുന്നവർക്ക് LDC പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.